രാഷ്ട്രീയ ഭൂമികയിൽ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും പ്രകടമായ രാഷ്ട്രീയ മലക്കം മറിച്ചിലിനാണ് ശബരിമലയെ മുൻനിർത്തി അരങ്ങൊരുങ്ങുന്നത്. ഒരു കാലത്ത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെയും നവോത്ഥാന മൂല്യങ്ങളുടെയും പതാകവാഹകരായി സ്വയം അവരോധിച്ചുകൊണ്ട് ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീ പ്രവേശനം നടപ്പാക്കാൻ ഉറച്ച നിലപാടെടുത്ത CPM-ഉം ഇടതുപക്ഷ സർക്കാരും ഇന്ന് അതേ ശബരിമലയുടെ പേരിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന ഭക്തിയുടെ മഹാമഹം സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുമ്പോൾ അത് ഉയർത്തുന്നത് പ്രത്യയശാസ്ത്രപരമായ സത്യസന്ധതയെയും രാഷ്ട്രീയ അവസരവാദത്തെയും കുറിച്ചുള്ള ഗൗരവമേറിയ ചോദ്യങ്ങളാണ്. ഈ പരിപാടിയുടെ മതപരമായ മുഖപടത്തിനപ്പുറം 2019 തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിന്റെ ഓർമ്മകളും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന ലക്ഷ്യവും നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് ബാങ്കിനെ തിരിച്ചുപിടിക്കാനുള്ള കണക്കുകൂട്ടലുകളും വ്യക്തമായി നിഴലിക്കുന്ന ഒന്നാണ്. പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം CPM-ന്റെ വിശ്വാസ്യതയെ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. 2018 സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി വന്നപ്പോൾ അതിനെ പുരോഗമന കേരളത്തിന്റെ വിജയമായാണ് പിണറായി സർക്കാർ വിശേഷിപ്പിച്ചത്. ലിംഗനീതിയുടെയും ഭരണഘടനാപരമായ തുല്യതയുടെയും പ്രതീകമായി ആ വിധിയെ ഉയർത്തിപ്പിടിച്ച സർക്കാർ അതിനെതിരായ നാമജപ പ്രതിഷേധങ്ങളെയും സംഘപരിവാർ പ്രക്ഷോഭങ്ങളെയും ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിട്ടു. 10 വോട്ടിന് വേണ്ടി നവോത്ഥാന മൂല്യങ്ങൾ അടിയറവ് വെക്കില്ല എന്ന പാർട്ടി നേതാക്കളുടെ പ്രഖ്യാപനങ്ങൾ കേരളമാകെ മുഴങ്ങി. കനകദുർഗയും ബിന്ദു അമ്മിണിയും പോലീസ് സംരക്ഷണയിൽ മല ചവിട്ടിയപ്പോൾ അത് സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും നവോത്ഥാന പാരമ്പര്യത്തോടുള്ള പ്രതിബദ്ധതയുടെയും തെളിവായി വ്യാഖ്യാനിക്കപ്പെട്ടു. അന്ന് വിശ്വാസ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ച് ഭരണഘടനാപരമായ കടമ നിറവേറ്റുന്നതിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ പുരോഗമനപരമായ കാർക്കശ്യത്തിന് പാർട്ടിക്ക് വലിയ വില നൽകേണ്ടി വന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കേരളത്തിൽ ദയനീയമായി തകർന്നടിഞ്ഞു. 20 വെറും ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയ ആ പതനത്തിന്റെ മുഖ്യ കാരണം ശബരിമല വിഷയത്തിലെ സർക്കാർ നിലപാടാണെന്ന് CPM തന്നെ പിന്നീട് വിലയിരുത്തി. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുകൾ ഹിന്ദു സമുദായത്തിലെ പ്രത്യേകിച്ച് പരമ്പരാഗത ഇടതുപക്ഷ വോട്ട് ബാങ്കായ ഈഴവ നായർ വിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നുവെന്ന് തുറന്നു സമ്മതിച്ചു. സർക്കാരിന്റെ നിലപാട് വിശ്വാസികളുടെ വികാരങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്ന തോന്നൽ വ്യാപകമായിരുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് കോൺഗ്രസും BJP-യും വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി. ഈ കനത്ത തിരിച്ചടിയാണ് CPM-ന്റെ ശബരിമല നയത്തിൽ ഒരു പുനർവിചിന്തനത്തിന് കളമൊരുക്കിയത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPM പതുക്കെ നിലപാടുകളിൽ അയവ് വരുത്താൻ തുടങ്ങി. ശബരിമല യുവതീ പ്രവേശനം ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചത് ഈ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. കോടതിയുടെ അന്തിമ വിധി വരട്ടെ എന്ന സുരക്ഷിതമായ നിലപാടിലേക്ക് പാർട്ടി ചുവടുമാറി. സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന പുതിയ മുദ്രാവാക്യം പാർട്ടി വേദികളിൽ നിന്നും സർക്കാർ തലത്തിൽ നിന്നും ഒരേപോലെ ഉയർന്നു കേട്ടു. ഈ നയവ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗിക രൂപമാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുൻനിർത്തി സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം. ഇത് പാർട്ടിയുടെ പരിപാടിയല്ലെന്നും ദേവസ്വം ബോർഡിന്റേതാണെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ ആവർത്തിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും സർക്കാർ സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നതും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 2025 സെപ്റ്റംബർ 20 പമ്പയിൽ നടക്കുന്ന ഈ സംഗമം ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ ഒരുമിപ്പിക്കാനും ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ലക്ഷ്യമിടുന്നുവെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ NSS, SNDP തുടങ്ങിയ പ്രബല ഹിന്ദു സമുദായ സംഘടനകളെ ഒപ്പം നിർത്താനും തങ്ങൾ വിശ്വാസികൾക്ക് എതിരല്ലെന്ന് തെളിയിക്കാനുമുള്ള CPM-ന്റെ തന്ത്രപരമായ നീക്കമായാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഭൂരിപക്ഷ വർഗീയ പ്രീണനം എന്ന് വിശേഷിപ്പിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. UDF ആകട്ടെ ഈ രാഷ്ട്രീയ നാടകത്തിൽ പങ്കാളികളാകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് നീങ്ങുകയാണ്. മറുവശത്ത് BJP ഇതിനെ CPM-ന്റെ കാവടിയമായി ചിത്രീകരിക്കുന്നു. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ അയ്യപ്പന്റെ പേരിൽ സംഗമം നടത്തുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. ഈ സംഗമം കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ ചരമക്കുറിപ്പായിരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇതിന് ബദലായി പന്തളത്ത് മറ്റൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനുള്ള ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം ശബരിമല വിഷയത്തിന്റെ ഉടമസ്ഥാവകാശം വിട്ടുകൊടുക്കാൻ സംഘപരിവാർ തയ്യാറല്ലെന്നതിന്റെ സൂചനയാണ്. ശബരിമല വിഷയത്തിൽ CPM നടത്തിയ ഈ ചുവടുമാറ്റം പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രായോഗിക സമീപനം അനിവാര്യമാണെന്നും ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കണമെന്നും വാദിക്കുന്നവർ പാർട്ടിയിലുണ്ട്. മറുവശത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മാത്രം പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിൽ വെള്ളം ചേർക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ വിശ്വാസ്യതയെ തകർക്കുമെന്നും നവോത്ഥാന മുന്നേറ്റങ്ങളെ പിന്നോട്ടടിക്കുമെന്നും കരുതുന്ന പുരോഗമനവാദികളും പാർട്ടി സഹയാത്രികരിലുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തെ പിന്തുണയ്ക്കാൻ സർക്കാർ മുൻകൈയെടുത്ത് രൂപീകരിച്ച നവോത്ഥാന സമിതിയിലെ പല ഘടകകക്ഷികളും ഈ നിലപാട് മാറ്റത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. ചുരുക്കത്തിൽ CPM-ന്റെ ആഗോള അയ്യപ്പ സംഗമം എന്ന നീക്കം കേവലം ഒരു മതപരമായ പരിപാടിയല്ല,
മറിച്ച് അതിസങ്കീർണമായ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു വേദി കൂടിയാണ്. 2019 തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള ശ്രമമായി ഇതിനെ കാണാം. എന്നാൽ ഒരേ സമയം പുരോഗമനവാദികളെയും കടുത്ത വിശ്വാസികളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആത്യന്തികമായി രണ്ടു കൂട്ടരുടെയും വിശ്വാസം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. 2026 തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയേക്കാം. അതുവരെ നവോത്ഥാനത്തിന്റെ പാതയിൽ നിന്ന് നാമജപത്തിന്റെ വഴികളിലേക്ക് CPM നടത്തിയ ഈ യാത്ര പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പരീക്ഷണ ഘട്ടമായി നിലനിൽക്കും.